നല്ല ഗംഭീര മഴ. ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും രാവിലെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും മഴയൊക്കെ ഒന്ന് തോർന്നു. അപ്പം ഞാൻ ചിന്തിച്ചു, പണ്ട് നടന്ന ഒരു കുറച്ച് വഴികളുണ്ട്, അതിൽ ഒരു വഴിയിൽ കൂടെ ഇന്നൊന്ന് സഞ്ചരിച്ചാലോ. അങ്ങനെ ആലോചിച്ച് ഞാൻ എന്തായാലും ക്യാമറയൊക്കെ എടുത്ത് ആ മഴ തോർന്ന സമയത്ത് ഞാൻ നേരെ ആ സ്ഥലത്തേക്ക് പോയി. മീൻമുട്ടിയിൽ നിന്നും നെല്ലിപ്പൂവിലേക്ക് കിടക്കുന്ന ഒരു കുറുക്ക് വഴിയുണ്ട്. പണ്ട് മുതലേ ആൾക്കാർ നടന്നു കൊണ്ടിരുന്ന ഒരു വഴിയാണ്, ഒരു നാടൻ ചവിട്ടുപാത. അപ്പോൾ ആ ചവിട്ടുപാത മീൻമുട്ടിയിൽ നിന്ന് തുടങ്ങി നെല്ലിപ്പൂവിലെത്തുന്നതിന് മുമ്പ് അതിന് ഇടയ്ക്ക് ഒരു ചെറിയ ഒരു നദിയുണ്ട്. നദി എന്ന് പറഞ്ഞാൽ ചെറിയ നദിയാണ്, ഒരു നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ തോട്. അപ്പോൾ അതിന് കുറുകെ ഉള്ള തോടിന് കുറുകെ പണ്ട് ഒരു മരം മുറിച്ചിട്ട് 2 മരം അടുപ്പിച്ചിട്ട് അതിന് മുകളിൽ പട്ടികയൊക്കെ വെച്ച് തറച്ച് ഒരു വള്ളിയൊക്കെ വലിച്ചു കെട്ടി അങ്ങനെയാണ് ആ പുഴ കടന്ന് പണ്ട് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ വഴിയിലൂടെയാണ് ഇന്ന് നമ്മൾ ഒന്ന് ജസ്റ്റ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ എന്തൊക്കെയാണ് നമുക്ക് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളീ പറഞ്ഞ അന്താളം തോട് എന്ന് പറയുന്ന തോടിനെ കരയ്ക്കാണ് നിൽക്കുന്നത്. പണ്ടിത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു നദിയായിരുന്നു. പക്ഷേ കാലക്രമേണ അത് സൈഡൊക്കെ കെട്ടി എല്ലാം 2 സൈഡും കെട്ടിയെടുത്ത് അതിപ്പം ചെറിയ ഒരു അരുവി പോലെയായി. പക്ഷെ നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇവിടെ, നല്ല നീരൊഴുക്കും നല്ല അടിപൊളിയായിട്ടുള്ള വെള്ളം. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലൊരു ചരിത്രം കൂടിയുണ്ട്. പണ്ട് കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ വന്ന് കുളിക്കുകയും കഥ പറഞ്ഞിരിക്കുകയും രാത്രി ഒരുപാട് നേരം, ഒരു രാത്രി 10-11 മണി വരെയൊക്കെ ഈ പാറപ്പുറത്തും ഈ കല്ലിൻ്റെ മുകളിലൊക്കെ കയറിയിരുന്ന് രാത്രി കൂട്ടുകാരുമൊത്ത് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് അതിനുശേഷം വീട്ടിൽ പോയിക്കൊണ്ടിരുന്ന പല രാത്രികളുണ്ട്. അതുപോലെ തന്നെ ഇതിന് തൊട്ട് മുകളിൽ പണ്ട് താമസിച്ചിട്ടുണ്ടായിരുന്നു. ഈ തോടിനക്കരെ കാണുന്ന റബ്ബർ ആയിരുന്നു എൻ്റെ അപ്പൻ പണ്ട് വെട്ടിക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ അക്കരെയുള്ള തെങ്ങിൻ തോപ്പിൽ പണ്ട് തേങ്ങ ഇടാനും പശുവിനെ കെട്ടാനും ഒക്കെ ഞാൻ വന്നിട്ടുണ്ട്. അങ്ങനെ നിരവധി ഓർമ്മകൾ എന്നിൽ ഉണർത്തി. പക്ഷെ ഇന്നിപ്പം മാറി. ഇപ്പം ഇവിടെ ഒരു വെള്ളത്തിൻ്റെ വലിയൊരു ടാങ്കല്ല, ഒരു കുളം കുഴിച്ച് അതിങ്ങനെ മറ്റ് പക്ഷി മൃഗജാതികളൊന്നും വന്ന് ചാടാതിരിക്കാൻ വേണ്ടി മതിലൊക്കെ കെട്ടി തിരിച്ച് നല്ല ഇതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു പാലം, കോൺക്രീറ്റിൻ്റെ ഒരു ചെറിയ പാലം പോലെ കെട്ടിയേക്കുന്ന വന്നിട്ടുണ്ട്. പണ്ട് മരം മുറിച്ചിട്ട് അതിൻ്റെ മുകളിൽ പട്ടിക അടിച്ചൊരു കയറും കൂടെ കെട്ടിയിട്ടായിരുന്നു പണ്ട് അക്കരയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. ഈ പാലം കയറി വരുമ്പോൾ തന്നെ ഈ ഇടതുവശത്തേക്ക് ഒരു വഴിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ വഴി തന്നെയാണ് നമ്മൾ മുന്നോട്ട് നെല്ലിപ്പൂവിലേക്ക് പോകുന്നത്. അപ്പം ഇടതുവശത്ത് കുറച്ച് ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ തൊട്ട് വലതുവശത്ത് തന്നെ കയറി വരുമ്പോൾ വലതുവശത്ത് തന്നെ ഒരു വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ ഞാൻ കുറച്ച് നാളൊക്കെ പണിക്കൊക്കെ വന്നിട്ടുള്ളതാണ്. മിക്കവാറും ഈ പ്രദേശത്തുള്ള വീടുകളിലൊക്കെ ഞാൻ ഓരോരോ നാട്ടുപണിക്കൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിയുമ്പം ഇതിൻ്റെ ഇടതുവശത്ത് ഒരു നാട്ടുവൈദ്യം ചികിത്സിച്ചുകൊണ്ടിരുന്നൊരു വീടുണ്ട്. പണ്ട് തൊട്ടേ 8 കാലി, പഴുതാര, പല്ലി അങ്ങനെ പല ജീവികൾ ഒക്കെ കടിച്ചു കഴിഞ്ഞാൽ, പാമ്പ് അങ്ങനെയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ വിഷചികിത്സയ്ക്കായിട്ട് വന്നുകൊണ്ടിരുന്ന നമ്മുടെ ഇവിടുത്തെ ഏക നാട്ടുവൈദ്യ ചെയ്യുന്ന ഒരു വീട് ഇത് ആയിരുന്നു. പണ്ട് ഇവിടുന്ന് ഈ മുകളിലോട്ടുള്ള ഭാഗം മുഴുവൻ ഇതുപോലെ ഇടതൂർന്ന റബ്ബർ മരങ്ങളായിരുന്നു. ഈ കയറ്റത്തുള്ള ഈ കുന്നിൻ ചെരുവിലെ മുകളിലേക്കുള്ള ഭാഗങ്ങളെല്ലാം റബ്ബർ മരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. ഈ റബ്ബറിൻ്റെ പ്ലാറ്റ്ഫോമിൽ കൂടെയാണ് നമ്മൾ കയറിയിറങ്ങി മറുവശത്തെ നെല്ലിപ്പൂവിൽ റോഡിലേക്ക് നമ്മൾ കടന്നു വന്നുകൊണ്ടിരുന്നത്. വളരെ ദുർഘടമായിട്ടുള്ള പാതയായിരുന്നു അന്ന്. ഇന്നിപ്പോൾ ഇത് ടാറെല്ലാം ചെയ്ത് നല്ല അടിപൊളിയാക്കി. അങ്ങനെ ഞാൻ എന്തായാലും നെല്ലിപ്പൂവിലേക്കുള്ള മെയിൻ റോഡിലേക്ക് വന്ന് കയറി. ഇവിടെയാണ് നമ്മുടെ നെല്ലിപ്പൂവിൽ
ഉള്ള നമ്മുടെ ഒരു പ്രൈമറി ഹോസ്പിറ്റലുള്ളത്. അത്യാവശ്യം നമ്മുടെ ഈ നാട്ടിലുള്ള ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും തന്നെ ഒരു അസുഖം വന്നാൽ ഓടിയെത്തുന്ന ഹോസ്പിറ്റൽ നമ്മുടെ സ്വന്തം വിമല ഹോസ്പിറ്റൽ. പെട്ടെന്ന് അവിടെ അവിചാരിതമായിട്ട് ഒരാളെ ഞാൻ കാണാനിടയായി.